ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു K2 അപ്ഡേറ്റ്സ്. എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് സ്റ്റുഡൻറ്റ് ലോഗിനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക എന്ന് നമുക്ക് കണ്ടു നോക്കാം. ലോഗിൻ ചെയ്ത ശേഷം മുകളിലായിട്ട് സ്റ്റുഡൻറ്റ് ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് കോർണറിലായിട്ട് മൈ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു ബാർ കാണാൻ കഴിയും. ആ ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒരു സ്ക്രീൻ ഇങ്ങനെ ഒരെണ്ണം കാണാൻ കഴിയും. സോ എന്താണ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആൻഡ് എന്താണ് അതിൻ്റെ ആവശ്യകത എന്ന് നമുക്ക് കണ്ടു നോക്കാം. ഒരു താൽക്കാലിക കാലയളവിനായി നൽകുന്ന ഒരു തരം സർട്ടിഫിക്കറ്റാണ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്കൊരു പ്രവേശനത്തിന് അപേക്ഷിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിലും നിങ്ങളുടെ യഥാർത്ഥ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് ഒരു കോളേജിലോ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തോ പ്രവേശനം നേടാവുന്നതാണ്. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിന് അവിടെയായിട്ട് റിക്വസ്റ്റ് ഫോർ സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് കാണാൻ കഴിയും. കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇതേപോലെ കറക്റ്റായിട്ട് ഫിൽ ചെയ്ത ശേഷം പ്രോസസ് പ്രയോറിറ്റിയുടെ അവിടെ കാണുന്ന ഓപ്ഷനുമായിട്ട് മുന്നോട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് സേവ് ചെയ്ത് വെക്കാൻ. സേവ് ചെയ്ത ശേഷം പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ബേസിക് ഡീറ്റെയിൽസും കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസും നമുക്ക് ഒന്നുകൂടി കാണാൻ കഴിയും. എല്ലാം ക്രോസ് വെരിഫൈ ചെയ്ത ശേഷം ഡിക്ലറേഷനിൽ കാണുന്ന 2 ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് സബ്മിറ്റ് ആൻഡ് മേക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഓറഞ്ച് ബോക്സിലായിട്ട് ജനറേറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കൺഫർമേഷൻ വരും. ആ കൺഫർമേഷൻ അവിടെ യെസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് സക്സസ്ഫുള്ളായിട്ട് ജനറേറ്റ് ആവുന്നതാണ്. വ്യൂ സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ബോക്സ് ഓപ്പൺ ആയി വരും. അതിനകത്ത് നമ്മുടെ പേരും അഡ്മിഷൻ നമ്പറും CGPA കാണാൻ കഴിയും. ഇത് ജനറേറ്റ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന ഡിക്ലെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുന്ന പോലെ സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ തന്നെ സേവായി കിട്ടുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എന്താണെന്ന് വെച്ചാൽ ഫീ ഡ്യൂസ് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്നതിന് മുന്നേ കോളേജ് ഫീസ് എന്തെങ്കിലും പേ ചെയ്യാനുണ്ടെങ്കിൽ എല്ലാം പേ ചെയ്ത ശേഷം വേണം നമുക്ക് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ. ഫോർ മോർ ഇൻഫർമേഷൻ സബ്സ്ക്രൈബ് ടു K2 അപ്ഡേറ്റ്സ്.